നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുത്ത് വരികയാണ്. ഓരോ ടീമുകളും വേൾഡ് കപ്പിന് മുമ്പുള്ളവരുടെ ഒരുക്കങ്ങൾ വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലുമാണല്ലോ. ഇപ്പോഴിതാ ബ്രസീൽ വേൾഡ് കപ്പിന് മുമ്പ് അവരുടെ ഫ്രണ്ട്ലി മത്സരങ്ങൾ, ഇപ്പോൾ മാർച്ച് മാസത്തിലെ ഫ്രണ്ട്ലി എല്ലാവർക്കും അറിയാവുന്നതാണ്, നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതുപോലെ തന്നെ വേൾഡ് കപ്പിന് മുമ്പ് ഈ സൗഹൃദ മത്സരങ്ങൾ, അതായത് സന്നാഹ മത്സരങ്ങൾ നടക്കുമല്ലോ. അതിൽ ആരൊക്കെയാണ് എതിരാളികളായിട്ട് വരേണ്ടത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അവരുടെ ചർച്ചകൾ നടക്കുന്നത്. കാർലോ അഞ്ചലോട്ടിക്ക് ഒരു താല്പര്യമുണ്ട്. വേൾഡ് കപ്പിന് ടീം പോകുന്നതിന് മുമ്പ് മാറക്കാനയിൽ ഒരു കളി നടത്തണം, എന്നിട്ട് ആരാധകരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് വേണം വേൾഡ് കപ്പിന് പോകാൻ. അപ്പോൾ സന്നാഹ മത്സരങ്ങളിലൊന്ന് ബ്രസീലിൽ വെച്ച് കളിക്കണമെന്ന് ആഞ്ചലോട്ടി താല്പര്യം ഒക്കെ പ്രകടിപ്പിച്ചിരുന്നു, ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. CBF ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് മെയ് 31 വേൾഡ് കപ്പിന് US യാത്ര തിരിക്കുന്നതിന് മുമ്പ് മാറക്കാനയിൽ പനാമയുമായിട്ടൊരു സൗഹൃദ മത്സരം കളിക്കാനാണ് ഇപ്പോൾ CBF നെഗോസിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പനാമ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് CBF ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് എന്ന് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. ഓൾറെഡി ആ ദിവസം മാറക്കാനൊരു മത്സരമുണ്ട്. അത് ഫ്ലെമിംഗോയും കോർട്ടിബയും തമ്മിൽ ബ്രസീലിയറോ സിരിയയിലെ മത്സരമാണ്. ആ മത്സരം മാറ്റി അന്നേ ദിവസം ബ്രസീൽ ദേശീയ ടീമിൻ്റെ മത്സരം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ എന്തായാലും ശ്രമങ്ങൾ നടക്കുന്നത്. ഏതായാലും വളരെ മികച്ച രൂപത്തിൽ, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രൂപത്തിൽ ബ്രസീൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആഞ്ചലോട്ടി ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആരാധകരോട് ഇവിടെയൊക്കെ പറഞ്ഞിട്ട് നല്ല രൂപത്തിൽ US ലാൻഡ് ചെയ്യുക, എന്നിട്ട് US വെച്ചും സന്നാഹ മത്സരം കളിച്ച് വേൾഡ് കപ്പിന് ഒരുങ്ങുക. വേൾഡ് കപ്പിൽ അവരുടെ ആദ്യ മത്സരം വരുന്നത് ജൂൺ 14 പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 മൊറോക്കോയാണ് എതിരാളികൾ. അല്പം കടുത്ത എതിരാളികളാണ്. അതിനു മുമ്പ് ഇനിയിപ്പോൾ അവർക്ക് മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 കളികളുണ്ട്. മാർച്ച് 27 പുലർച്ചെ 2:30 ഫ്രാൻസുമായിട്ടും ഏപ്രിൽ 1 പുലർച്ചെ ഇന്ത്യൻ സമയം ഏതാണ്ട് 1:30 ആയിട്ട് അവർ ക്രൊയേഷ്യയുമായിട്ടും ഏറ്റുമുട്ടുമെന്നാണ് ബ്രസീൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. ബ്രസീൽ ഇനി സന്നാഹ മത്സരത്തിൽ പനാമ കൺഫേംഡ് ആവുകയാണെങ്കിൽ അതിന് ശേഷമുള്ള മത്സരത്തിൽ ആരെതിരാളി വരും, അതാണ് ഇനി അറിയാനുള്ളത്. സ്വാഭാവികമായിട്ടും വേൾഡ് കപ്പിന് തൊട്ട് മുമ്പൊക്കെ ചെറിയ ടീമുകളോട് മാത്രമേ കളിക്കുകയുള്ളൂ. എന്നാൽ മാർച്ചിൽ അവർ വളരെ കരുത്തിലൂടെ തന്നെ ഏറ്റുമുട്ടുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.